നെഗറ്റീവായിട്ട് അങ്ങനെ ഇല്ല. പിന്നെ ധനുഷിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു പഴയ ടച്ചുള്ള, അതായത് ഫൈറ്റ് ഇല്ല, അങ്ങനെയില്ല, ആ ഒരു ഇമോഷണൽ രീതിയിൽ പോകുന്നത് നല്ല കഥയാണ്. പക്ഷെ ലെങ്ത്തിൻ്റെ ഇതിലായിരിക്കും ഇത്ര ഒരു നെഗറ്റീവ് വന്നത്. കാരണം ആവറേജ് ആണ്, ലാഗാണ്, പിന്നെ ആവറേജ് ആണ്. പേഴ്സണൽ അഭിപ്രായമാണ്, എനിക്ക് ഫീൽ ആയില്ല. സിനിമ ഫുൾ നല്ല രസമുണ്ടായത്. ധനുഷൊക്കെ അടിപൊളി, ധനുഷ് സൂപ്പർ അഭിനയം. നാഗാർജുന അതിനപ്പുറം. ലാഗുണ്ട്, കണ്ടുകൊണ്ടിരിക്കുക പടം. ആവറേജ് പടം. Okay, we can watch one time. The storyline is good. Both actors, hero and Nagarjuna, they are doing their good job. അല്ല, കൊള്ളാം. ഒരു ലാഗോ ഒന്നുമില്ല, പക്ക കിള്ള മൂവി. ഒന്നുമില്ലേ, ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പേഴ്സണൽ അഭിപ്രായമാണ്, എനിക്ക് ഫീൽ ആയില്ല. സിനിമ ഫുൾ നല്ല രസമുണ്ടായത്. ധനുഷൊക്കെ അടിപൊളി, ധനുഷ് സൂപ്പർ അഭിനയം. നാഗാർജുന അതിനപ്പുറം കിടില അഭിനയം. പ്രതീക്ഷിക്കാതെ ഒന്ന് കണ്ട പടം കേട്ടോ. ധനുഷിനെ പ്രത്യേകിച്ച് ഇഷ്ടമാണ്, അതുകൊണ്ട് കൊള്ളാം, പടം കൊള്ളാം. ധനുഷ് അഭിനയം സൂപ്പർ. വേറൊരു ക്യാരക്ടർ എപ്പോഴും എടുക്കുന്നവരല്ലാതെ നല്ല പടം തന്നെ, അത്യാവശ്യം കണ്ടിരിക്കാം. പക്ഷേ ലെങ്ത് ഇത്തിരി കൂടിപ്പോയി. ഒരു 3 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. ഇല്ലായിരുന്നു അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് പോകുന്നു. നല്ലൊരു ഇമോഷണൽ പടം തന്നെയാണ്. നെഗറ്റീവായിട്ട് അങ്ങനെ ഇല്ല. പിന്നെ ധനുഷിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു പഴയ ടച്ചുള്ള, അതായത് ഫൈറ്റ് ഇല്ല, അങ്ങനെയില്ല, ആ ഒരു ഇമോഷണൽ രീതിയിൽ പോകുന്നത് നല്ല കഥയാണ്. പക്ഷെ ലെങ്ത്തിൻ്റെ ഇതിലായിരിക്കും ഇത്ര ഒരു നെഗറ്റീവ് വന്നത്. കാരണം 3 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ അതായിരിക്കും മെയിൻ ഒരു നെഗറ്റീവ്. ബാക്കിയുള്ള പടം നല്ല കൊള്ളാം. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല സ്ക്രീൻ പ്ലേ ഒക്കെ നല്ല അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിനാണ് കുറച്ച് ലാഗ് വന്നത്. ബാക്കി ഓക്കെ കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്, കുഴപ്പമില്ല. ആവറേജ് ആണ് ബ്രോ, ആവറേജ് ആണ്, ലാഗാണ്, പിന്നെ ആവറേജ് ആണ്. ധനുഷ് പോരാ.